ഞങ്ങൾ വെറുതെ കളിക്കായിരുന്നു. ടോട്ടോച്ചാന് ഗുരുതരമായ ഒരപകടം പിണഞ്ഞു. ഒരു വൈകുന്നേരം സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷമായിരുന്നു സംഭവം. അത്താഴത്തിനു മുമ്പ് ടോട്ടോച്ചാനും റോക്കിയും ചെന്നായ്ക്കളിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഇരുവരും ഒരു മുറിയുടെ എതിർ ദിശകളിൽ നിന്നും നേർക്കുനേരെ ഉരുണ്ടുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത്. പരസ്പരം കൂട്ടിമുട്ടുന്നിടത്ത് വെച്ച് ഹ്രസ്വമായ ഒരു മൽപ്പിടുത്തത്തോടെ അത് അവസാനിക്കും. കളി അവർ പലതവണ ആവർത്തിച്ചു കൊണ്ടിരുന്നു. മടുത്തു തുടങ്ങിയപ്പോൾ കുറെ കൂടി കടുപ്പമുള്ള ഒരു രീതി കണ്ടുപിടിച്ചാലോ എന്നായി ഇരുവരുടെയും ചിന്ത. സ്വാഭാവികമായും തീരുമാനം ടോട്ടോച്ചാൻ്റേതു തന്നെയായിരുന്നു. പുതിയ നിയമം ഇപ്രകാരമാണ്: മുറിയുടെ മധ്യത്തിൽ വെച്ച് കൂട്ടിമുട്ടുമ്പോൾ ആരാണോ ഒരു വെറിയൻ ചെന്നായയുടെ മട്ടിൽ മറ്റേയാളുടെ പുറത്തേക്ക് ചാടി വീഴുക, അയാളായിരിക്കും വിജയി. ചെന്നായയെപ്പോലെ നടിക്കുക എന്നത് ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട റോക്കിക്ക് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമായിരുന്നില്ല. കാതുകൂർപ്പിച്ച് വാ പിളർത്തി കൂർമ്പൻ പല്ലുകൾ പുറത്തുകാട്ടി അങ്ങനെ നിൽക്കുക, അത്രമാത്രമേ ചെയ്യേണ്ടതുള്ളൂ. കണ്ണുകളിൽ ക്രൗര്യം വരുത്താനും അവന് എളുപ്പം സാധിക്കും. എല്ലാം കൂടി ശരിക്കും ഒരു ചെന്നായ തന്നെ. ടോട്ടോച്ചാന് ജോലി താരതമ്യേന കൂടുതലാണ്. കൈകൾ രണ്ടും ചെന്നായ ചെവി പോലെ തലയ്ക്കു പിന്നിൽ വിടർത്തി പിടിക്കണം. വായും കണ്ണുകളും തനിക്കാവുന്നിടത്തോളം തുറന്നു പിടിച്ച് മുരൾച്ച ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് റോക്കിയെ കടിക്കാനായുന്നതായി ഭാവിക്കണം. തുടക്കത്തിൽ റോക്കി ഭംഗിയായി തന്നെ കളിയിൽ പങ്കെടുത്തു. അച്ചടക്കത്തോടെ നിയമങ്ങൾ അനുസരിച്ചു. പക്ഷേ എന്തൊക്കെയായാലും അവനൊരു നായ്ക്കുട്ടിയാണല്ലോ. പോരാട്ടം മുറുകി വന്ന ഒരു നിമിഷത്തിൽ കളി മറന്നുപോയ അവൻ ടോട്ടോച്ചാന് കാര്യമായൊരു കടി കൊടുത്തു. പ്രായമെത്താത്ത ഒരു പട്ടിക്കുട്ടിയാണെങ്കിലും റോക്കിക്ക് ടോട്ടോച്ചാൻ്റെ ഇരട്ടി വലിപ്പമുണ്ടായിരുന്നു. മൂർച്ചയുള്ള ദൃഢമായ പല്ലുകളായിരുന്നു അവൻ്റേത്. സംഭവിക്കുന്നതെന്തെന്ന് ടോട്ടോച്ചാൻ അറിയും മുമ്പ് അവളുടെ വലത്തെ ചെവി ഇറുന്നു തൂങ്ങി. ആഴമുള്ള മുറിവിൽ നിന്ന് കുടുകുടെ ചോരയൊഴുകാൻ തുടങ്ങി. മകളുടെ നിലവിളി കേട്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്ന അമ്മ കണ്ടത് വിശാലമായ മുറിയുടെ ഒരു കോണിൽ ഇരു കൈകളും കൊണ്ട് വലത്തെ ചെവി പൊത്തിപ്പിടിച്ചിരിക്കുന്ന ടോട്ടോച്ചാനെയും സമീപത്ത് പരിഭ്രമിച്ചു നിൽക്കുന്ന റോക്കിയുമാണ്. അവളുടെ ഉടുപ്പ് ചോരയിൽ കുതിർന്നിരുന്നു. പൂമുഖത്തിരുന്നു വയലിൻ വായിച്ചു കൊണ്ടിരുന്ന അച്ഛനും ബഹളം കേട്ട് ഓടിയെത്തി. അരുതാത്തതെന്തോ ചെയ്തു പോയ മട്ടിലായിരുന്നു റോക്കിയുടെ നിൽപ്പ്. വാൽ താഴ്ത്തിയിട്ട് സഹതാപം നിറഞ്ഞ കണ്ണുകളാൽ അവൻ കൂട്ടുകാരിയെ തന്നെ ഉറ്റുനോക്കി. അപ്പോഴും ടോട്ടോച്ചാനെ അലട്ടിയിരുന്നത് ഒരേയൊരു കാര്യം മാത്രം. ദേഷ്യം സഹിക്കാനാവാതെ അച്ഛനും അമ്മയും റോക്കിയെ ആർക്കെങ്കിലും വിൽക്കുകയോ അടിച്ചു പുറത്താക്കുകയോ ചെയ്താലോ താൻ പിന്നെ എന്തു ചെയ്യും? അവൾക്ക് സങ്കല്പിക്കാനാവുന്നതിൽ വെച്ച് ഏറ്റവും സങ്കടകരവും ക്രൂരവുമായ ഒരു പരിണതിയായിരുന്നു അത്. വഴക്കു പറയല്ലേ, റോക്കിയെ വഴക്കു പറയല്ലേ. മുറിവേറ്റ ചെവി പൊത്തിപ്പിടിച്ച് റോക്കിയുടെ ചാരത്ത് തളർന്നിരുന്ന് അവൾ നിർത്താതെ യാചിച്ചു. മകളുടെ ചെവിക്ക് എന്തു പറ്റിയെന്നതിനെ കുറിച്ചായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ഉത്കണ്ഠ. അവർ തിടുക്കപ്പെട്ട് അവളുടെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. വേണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. കൈ മാറ്റാൻ കൂട്ടാക്കാതെ അവൾ നിലവിളിച്ചു കൊണ്ടിരുന്നു. അവനെ ഒന്നും ചെയ്യല്ലേ, എൻ്റെ റോക്കിയെ ഒന്നും ചെയ്യല്ലേ. വേദനയെക്കുറിച്ച് സത്യത്തിൽ അവൾ അപ്പോൾ ഓർത്തതേയില്ല. മനസ്സ് മുഴുവനും റോക്കിക്ക് എന്തു സംഭവിക്കുമെന്ന ഉത്കണ്ഠയായിരുന്നു. ചോര അപ്പോഴും ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. റോക്കിയുടെ കടിയേറ്റാണ് അപകടം പിണഞ്ഞതെന്ന് അച്ഛനും അമ്മയും ഇതിനിടെ മനസ്സിലാക്കി കഴിഞ്ഞു. തങ്ങൾ റോക്കിയോട് ദേഷ്യപ്പെടില്ല. അവർ അവൾക്ക് വാക്കുകൊടുത്തു. ഒടുക്കം അവൾ കൈമാറ്റാൻ തയ്യാറായി. ഇറുന്നു തുടങ്ങുന്ന അവളുടെ കാതുകണ്ട് അമ്മ നിലവിളിച്ചുപോയി. അച്ഛൻ തൻ്റെ പിഞ്ചോമനയെ വാരിയെടുത്ത് ഡോക്ടറുടെ അടുക്കലേക്ക് കുതിച്ചു. അമ്മയും ഒപ്പം ചെന്നു. യഥാസമയം തന്നെ ആശുപത്രിയിലെത്തിയതു ഭാഗ്യം. ഇരുവർക്കും ആശ്വാസം പകർന്നുകൊണ്ട് ടോട്ടോച്ചാൻ്റെ ചെവി
പണ്ടിരുന്നതുപോലെ തന്നെ ശരിപ്പെടുത്തിയെടുക്കാൻ ഡോക്ടർക്ക് സാധിച്ചു. റോക്കിയെ ശകാരിക്കുകയില്ലെന്ന് തനിക്കു ലഭിച്ച വാക്ക് പാലിക്കപ്പെടുമോ? അതുമാത്രമായിരുന്നു അപ്പോഴും അവളുടെ മനസ്സിൽ. ഉച്ച മുതൽ താടി വരെ നിറയെ ബാൻഡേജുമായിട്ടാണ് ടോട്ടോച്ചാൻ വീട്ടിൽ മടങ്ങിയെത്തിയത്. കണ്ടാൽ ശരിക്കും ഒരു മുയലിനെ പോലെ തോന്നും. നായ്ക്കുട്ടിയെ ഒന്നും ചെയ്യില്ലെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിരുന്നുവെങ്കിലും അവനെ ഒരു പാഠം പഠിപ്പിക്കാനായിരുന്നു അച്ഛൻ്റെ ഉദ്യമം. അപ്പോഴേക്ക് അമ്മ ഇടപെട്ടു. മോളോട് ചെയ്ത സത്യം മറക്കണ്ട എന്ന് വിലക്കുന്ന മിഴികളാൽ അവർ അദ്ദേഹത്തെ ഒന്ന് തറപ്പിച്ചു നോക്കി. മനസ്സില്ലാ മനസ്സോടെ അച്ഛൻ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. തനിക്കൊന്നും പറ്റിയിട്ടില്ലെന്നും ആരും ശകാരിക്കില്ലെന്നും എത്രയും പെട്ടെന്ന് റോക്കിയെ ബോധ്യപ്പെടുത്താനുള്ള വെമ്പലോടെയാണ് ടോട്ടോച്ചാൻ വീട്ടിലേക്ക് ചെന്നു കയറിയത്. പക്ഷേ അവനെ അവിടെയെങ്ങും കാണാനുണ്ടായിരുന്നില്ല. അവൾ ശരിക്കും പൊട്ടിക്കരഞ്ഞു പോയത് അപ്പോൾ മാത്രമാണ്. ആശുപത്രിയിൽ വെച്ച് അവൾ കരഞ്ഞതേയില്ല. തൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ റോക്കിയോടുള്ള അച്ഛനമ്മമാരുടെ കോപം വർദ്ധിച്ചാലോ എന്നായിരുന്നു അവളുടെ ഭയം. പക്ഷേ ഇപ്പോൾ തുളുമ്പി വന്ന കണ്ണീരടക്കുവാൻ അവൾക്കായില്ല. ഏങ്ങി ഏങ്ങി കരയുന്നതിനിടയിൽ അവൾ വിളിച്ചു, റോക്കി, റോക്കിക്കുട്ട, എവിടെയാ നീയ്? പലതവണ അവൾ കൂട്ടുകാരൻ്റെ പേര് നീട്ടി വിളിച്ചു. ഒടുവിൽ കണ്ണീരിൽ കുതിർന്ന മുഖത്ത് ഒരു പുഞ്ചിരി പടർത്തിക്കൊണ്ട് സോഫയുടെ അടിയിൽ നിന്ന് പരിചിതമായ ആ തവിട്ടുനിറം മെല്ലെ പ്രത്യക്ഷമായി. അവൻ ടോട്ടോച്ചാൻ്റെ അരികിലേക്ക് നടന്നു. ബാൻഡേജിനിടയിൽ നിന്നും അല്പം പുറത്തു കാണാമായിരുന്ന ഇടത്തെ ചെവി നക്കിത്തുടയ്ക്കാൻ തുടങ്ങി. തൻ്റെ കൊച്ചുകരങ്ങൾ റോക്കിയുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവൾ അവൻ്റെ ഇരു ചെവികളും മണത്തു നോക്കി. ടോട്സ്കി, അത് നാറും ട്ടോ എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ടെങ്കിലും ചിരപരിചിതമായ ആ ഗന്ധം അവൾക്ക് വളരെയേറെ ഇഷ്ടമായിരുന്നു. റോക്കിയും ടോട്ടോച്ചാനും നന്നേ ക്ഷീണിതരായിരുന്നു. ഉറക്കം ഇരുവരെയും മാടി വിളിച്ചു. വേനലറുതിയിലെ ചന്ദ്രൻ പൂന്തോട്ടത്തിനു മുകളിൽ നിന്ന് അവരെ തന്നെ സൂക്ഷിച്ചു നോക്കി. ബാൻഡേജ് കൊണ്ട് പൊതിഞ്ഞ ആ പെൺകുട്ടിയെയും അവളുടെ പ്രിയപ്പെട്ട നായ്ക്കുട്ടിയെയും. ഇപ്പോൾ മുമ്പത്തേതിലും വലിയ കൂട്ടുകാരായി കഴിഞ്ഞ അവർ ഇനിയൊരിക്കലും ചെന്നായ്ക്കളി കളിക്കാൻ ആഗ്രഹിച്ചില്ല.